ഓമപ്പൊടി ഉണക്കിയത്. ആണ് ഇന്നത്തെ റെസിപ്പി. ഓമപ്പൊടിയാണ് ഞാനിപ്പോ ഉണ്ടാക്കിയതാണ്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന അതേ ടേസ്റ്റിൽ വളരെ എളുപ്പത്തിൽ വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. ഇതിന്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് ഇതിന്റെ പേര് പോലെ തന്നെ ഓമമാണ്. അജ്വൈൻ, കാരം സീഡ് എന്നൊക്കെ പറയും. 1/2 ടേബിൾ സ്പൂൺ ഓമം 1 കപ്പ് വെള്ളത്തിൽ അരമണിക്കൂർ ഇട്ട് വെക്കണം. അരമണിക്കൂറിന് ശേഷം ഈ വെള്ളം നമ്മൾ അരിച്ചെടുക്കണം. വെള്ളത്തിന് ഓമത്തിന്റെ നല്ല മണമായിരിക്കും. ഈ വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇനി മാവ് കുഴയ്ക്കാൻ പോണത്. 1 കപ്പ് കടലമാവ്, 1/4 കപ്പ് അരിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി ഓപ്ഷണൽ ആണ്, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. 1/4 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ ബട്ടർ, 1/2 ടീസ്പൂൺ ഉപ്പ്. വെള്ളം ഒഴിക്കുന്നതിന് മുൻപായിട്ട് ഇതെല്ലാം കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചായി വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കണം. ഇതാ നോക്കി, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ. നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കണ അതേ അച്ചിലാണ് നമ്മൾ ഓമപ്പൊടി ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് മാവ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിനുള്ളിൽ കുറച്ച് ബട്ടർ തേച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് മാവ് ഇട്ട് കൊടുക്കുന്നത്. ഫുൾ മാവും ഫസ്റ്റ് ടൈം തന്നെ ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ല ചൂടായതിനു ശേഷം ഇത് നമ്മൾ ഡയറക്റ്റ് എണ്ണയിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. കയ്യിൽ നല്ല ചൂടടിക്കാൻ ചാൻസ് ഉണ്ട്. കൈ നല്ല ശ്രദ്ധിക്കണം. ഇത് പെട്ടെന്ന് വേവും. ഇതിൽ പതയൊന്ന് ജസ്റ്റ് അടങ്ങിയതിന് ശേഷം ഉടനെ തന്നെ ഇത് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുത്ത് കുറച്ച് സെക്കൻഡ്സിന് ശേഷം ഇത് വേഗം എടുക്കുക. ഇതാ ഈ ഒരു പാകമാകുമ്പോൾ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഈ എണ്ണയിലോട്ട് ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് വറുത്തെടുക്കണം. ഓമപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഇനി ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. വറുത്ത കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഇത് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പൊ തന്നെ ഇത് പൊടിഞ്ഞു പോകും. ഇത് അത്ര സോഫ്റ്റ് ആണ്. ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാകും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ.